ഹലോ നമസ്കാരം, ഞാൻ സജിന റിജി. സജിനികൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഭയങ്കര ചൂട് സഹിക്കാൻ മേലൊന്നിക്ക് എല്ലാം വിയർത്തെല്ലാം ഒലിക്കുക ഉണ്ടോ. അപ്പം ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മുടെ കറ്റാർവാഴ ചെടിയെ എങ്ങനെ വളരെ വേഗത്തിൽ വളർത്തിയെടുക്കാം. അതായത് ഒറ്റൊരു കറ്റാർവാഴ ചെടിയുടെ ഒറ്റൊരു തണ്ട് എടുത്തിട്ട് നമുക്ക് എങ്ങനെ വളരെ വേഗത്തിൽ വളർത്തിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ സാധാരണ നമ്മൾ തൈകൾ വെച്ചിട്ടാണ് കറ്റാർവാഴ ചെടി വളർത്തുന്നത്. അതിന് പകരം നമ്മൾ ഒരു തണ്ട് മാത്രം നിങ്ങൾക്ക് എവിടെ നിന്ന് വാങ്ങിച്ചാണെങ്കിലും തണ്ട് ഉപയോഗിച്ച് വളർത്തിയെടുക്കാനായിട്ട് കഴിയും. അപ്പം അതുപോലെ തന്നെ എൻ്റെ പുതിയ കൂട്ടുകാർ ആണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളെ കമൻറ്റ് രൂപേണ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം കണ്ടോ, എൻ്റെ കറ്റാർവാഴ കണ്ടോ നിൽക്കുന്നത്? എനിക്ക് ധാരാളം തൈകളുമായിട്ട് നിൽക്കുന്ന ഒരു കറ്റാർവാഴ ചെടി കണ്ടോ. ഈ ഗ്രോ ബാഗ് നിറച്ചും കറ്റാർവാഴയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നോക്കി കണ്ടല്ലോ, നോക്കി. അതുപോലെ തന്നെ ഇത് ഇവിടെ നോക്കിയാൽ ഉണ്ടോ, ഇങ്ങോട്ട് നോക്കി ഞാൻ നട്ട് വെച്ചിരിക്കുന്നതാണ് കറ്റാർവാഴ. ഇതെല്ലാം കണ്ടോ. ഹെൽത്തി ആയിട്ട് വന്നിരിക്കുന്ന കറ്റാർവാഴയാണ് ഇതെല്ലാം. നോക്കിയേ, നമ്മൾ നട്ട് കൊടുത്തതാണ്. നോക്കിയേ, ഇതിന് നോക്കിയേ, ഇത് നോക്കി എന്തുമാത്രം എത്തുകളാണ് ഇതിൻ്റെ ചെറിയ ഇതിനൊക്കെ വരുന്നത് നോക്കിയേ, കണ്ടോ. നോക്കി അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയേ, ഞാൻ ഈയിടെ അങ്ങോട്ട് കൊണ്ട് ഒരു മാസം പോലും ആയില്ല. നോക്കിയേ, ചെറിയ വിത്തുകൾ കണ്ടോ ഇതിന് വരുന്നത്. നോക്കി ഇതിനാണെങ്കിലും നോക്കിയേ വിത്തുകൾ വരുന്നുണ്ടോ. ഇതിന് 3 വിത്തുകൾ വന്നിട്ടുണ്ട്. ഇത് നമ്മളാണെങ്കിൽ ഒരു തണ്ട് വെച്ച് കൊടുത്ത് കിളിപ്പിച്ചതാണ്. ഇത് തണ്ട് വെച്ച് കൊടുത്ത് കിളിച്ചതാണ്. നോക്കി അതിന് 2 ഇത് വന്ന് തൈകളും വന്നു. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് നമ്മൾ നല്ലൊരു കറ്റാർവാഴയുടെ തണ്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈ ഒത്തിരി തൈകൾ കിളിത്തിട്ടില്ലേ, ഈ തൈയിൽ നിന്നും ഒരു കറ്റാർവാഴയുടെ നമ്മൾ തണ്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇച്ചിരി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചെറിയ തണ്ടാണ് എടുക്കാനായിട്ട് പോകുന്നത്. നോക്കി, വേണമെങ്കിൽ ഒരു തണ്ട് കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ. ചെറിയ തണ്ട് മതി നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. നമുക്ക് നോക്കി, ഈ തണ്ട് 2 നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തണ്ട് എങ്ങനെയാണ് നമുക്ക് നട്ടു കൊടുക്കുന്നത് നമുക്ക് നോക്കാം. നബാ. അപ്പോൾ നമ്മുടെ കറ്റാർവാഴയുടെ തണ്ട് നടാനായിട്ട് ഞാനിവിടെ ചെറിയൊരു കവറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ കവറിനകത്ത് ധാരാളം ഹോൾസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മണ്ണ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിത് നട്ട് കൊടുക്കുമ്പം ഇതിനകത്താണെങ്കിൽ നമ്മൾ വളമൊന്നും ചേർക്കുന്നില്ല, സാധാരണ മണ്ണാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതേ മണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ വളങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പം നമ്മൾ ഇതിനകത്ത് വളങ്ങൾ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ കറ്റാർവാഴയിൽ തണ്ട് അഴുകിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിന് വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം നോക്കിയാൽ ഇങ്ങനെ തരിയായിട്ടുള്ള മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. നോക്കിയേ, നല്ല ലൂസായിട്ടുള്ള മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ കവറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല ഹോളൊക്കെയുള്ള നമ്മുടെ കവറ് വേണം എടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ മണ്ണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തൊരു കുഴി ചെറുതായിട്ട് കുഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നടാനായിട്ട് ഉദ്ദേശിക്കുന്ന ഈ 2 തണ്ടും ഈ ഗ്രോ ബാഗിനകത്ത് നമ്മുടെ ചെറിയ കവറിനകത്ത് നടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിതിനകത്ത് നമ്മളൊരു കുഴി കുഴിച്ചിട്ട് ഇതിനകത്തേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇതും ഈ സൈഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടും ഈ ഗ്രോ ബാഗ് ഈ നമ്മുടെ കവറിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിന് വെള്ളം കൊടുക്കുമ്പോൾ വെള്ളം നമ്മൾ കുത്തനെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. നമുക്ക് വെള്ളം ഒന്ന് ചെറുതായിട്ട് തളിച്ചു കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ ഒത്തിരി വെള്ളം ഓവറായി പോയെങ്കിൽ നമ്മളിത് അളിഞ്ഞു പോകും. നമ്മളത് തണ്ടല്ലേ ഇത് കുഴിച്ചു വെക്കുന്നത്. അപ്പം നമുക്ക് ചെറുതായിട്ട് ഇതിലേക്ക് വെള്ളമൊന്ന് തളിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഷെയ്ഡിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ഇതിന് അധികം സൂര്യപ്രകാശമൊന്നും ഏൽക്കാൻ പാടില്ല.
ഇതിൽ ധാരാളം നമ്മൾ മരുഭൂമിയിലെ ഒരു എന്താ ചെടിയല്ലേ ഇത്. അപ്പം ഇതിനകത്ത് ധാരാളം വെള്ളം സ്റ്റോർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് അധികം വെള്ളമൊന്നും ഇത് കൊടുക്കണ്ട. മഴയത്ത് വെച്ചാൽ പെട്ടെന്ന് അളിഞ്ഞു പോവുകയും ചെയ്യും താനും കേട്ടോ. അപ്പോഴാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഒരു തണ്ട് മുറിച്ച് ഇതുപോലെ ഒന്ന് നട്ട് നോക്കാൻ ശ്രമിക്കണം എല്ലാവരും. അപ്പം ധാരാളം നമുക്കാണെങ്കിൽ ഇതുപോലെ കറ്റാർ വാഴകൾ നല്ലതുപോലെ കിളിർത്ത് വരികയും ചെയ്യും. നമ്മൾ സൂക്ഷിക്കണം, അളിഞ്ഞു പോകാതെ സൂക്ഷിക്കുകയും ചെയ്യണം. ഇത് പിടിച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ചാണകപ്പൊടിയോ നമ്മുടെ ജൈവ വളമൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് വളർന്നതിന് ശേഷം നമുക്ക് വേറെ ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. കറ്റാർ വാഴയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ് കറ്റാർ വാഴ ചെടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഒരു തണ്ട് ഉപയോഗിച്ച്, ഞാൻ വലിയ തണ്ടല്ല എടുത്ത്, ഞാൻ ചെറിയ തണ്ടാണ് ഇതിനായിട്ട് ഉപയോഗിച്ചത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.